വീസോ വ്ളോഗേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ മലാക്ക്, സുൽത്താൻ, നമ്മളെല്ലാം വേറെയും കുറേ വണ്ടികളുണ്ട്. അവരെല്ലാവരും ഒരു വലിയൊരു കല്യാണോട്ടം പോവുകയാണ്. ഏകദേശം നമ്മൾ കൂട്ടുകാരന്മാർ കുറേ വണ്ടിക്കാരന്മാരുണ്ട്, 10 വണ്ടിയിൽ മേളിലുണ്ട്. അപ്പം അങ്ങനെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ കരുതി. ഞാൻ ഇവിടെ സ്ഥലത്തെത്തി. നമ്മളെ ജിത്തു വണ്ടിയൊക്കെ ഒതുക്കിയതിന് ശേഷം അങ്ങോട്ട് പോയിരിക്കുകയാണ്. അവരെ കാണാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, ഇത്രയും വണ്ടികളുണ്ട്, ഒരുപാട് വണ്ടിയുണ്ട്. നമ്മളെ സുൽത്താൻ ദോ കിടപ്പുണ്ട്, ദീപോണ്ട് ഇവിടെ ഉണ്ട്, ജിത്ത് ഉണ്ട്, അവനുണ്ട്, വണ്ടികൾ ഒരുപാടുണ്ട്. ഗൈസ്, ഇവനെ കണ്ടുവരുന്നുണ്ടോ ഗൈസ്? എൻ്റെ കൂടെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു തെണ്ടിയാണ് ഗൈസ് ഇത്. ഇവൻ ഇപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഒന്നും വരില്ല, തേപ്പാണ് ഇവൻ, തേപ്പ്. അതിനേക്കാളും തേപ്പാണ് വായിക്കുന്നത്. ഇവനാണ് മൂസ ഡിസൈൻസ്. ആശാൻ്റെ ഓട്ടമാണ് നമ്മൾ വന്നത്. നമ്മളെ സുൽത്താൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ പയ്യനാണ്, കഴിവുള്ള പയ്യൻ. അങ്ങനെ നമ്മളിതാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ റോഡിലാണ് കല്യാണം. അപ്പം നമ്മളും കൊണ്ട് പേ പാർക്കിൽ കൊണ്ട് വണ്ടി ഇട്ടപ്പം അവനാണെങ്കിൽ അനന്യ ഹോളിഡേസിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കിടക്കുകയാണ്. പാർക്കിങ്ങിൽ ഇടാൻ അവന് പൈസ കൊടുക്കാൻ വയ്യുന്നു. കള്ളൻ ഫിഷിക്കൻ. ഇല്ല ജിത്തു, ഇല്ലടാ ഇല്ലേ, ജിത്തു ഉണ്ട്, എൻ്റെ ചേട്ടനും ഉണ്ട് മുതലാളി, നമ്മൾ രണ്ടുപേരും ഉണ്ട്. അവനുണ്ട്, അവൻ എവിടെയെങ്കിലും പാർക്കിംഗ് ഇട്ടിട്ട് വരും. റോഡ് സൈഡ് ഇട്ട് തന്നെ ഇന്ന് അവന് 2000 രൂപ ഫൈൻ. 100 രൂപ കൊടുക്കാൻ മടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതേപോലെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു 150 രൂപ മുടക്കി നമ്മൾ പാർക്കിങ്ങിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്താൽ കല്യാണ വീട്ടിൽ ചെന്നിരുന്ന സമാധാനത്തിൽ നമുക്ക് ചോറ് കഴിക്കാം. അല്ലെങ്കിൽ അയ്യോ വണ്ടിയിൽ ആരെങ്കിലും വന്ന് തട്ടിയാ, അയ്യോ വണ്ടിക്ക് ഫൈൻ വന്നാ എന്നൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ആ നേരത്ത് പൈസ നോക്കരുത്, കൊണ്ട് സേഫായിട്ട് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക, അതാണ് നല്ലത്. അനന്യ ഹോളിഡേസ് ദോ കിടക്കാണ്. ഇനിയിപ്പോൾ ഇവനെ പറ്റി അടിച്ചിട്ട് കൊടുക്കും. ഇതിനകത്ത് പാർക്കിങ്ങിന് വേണ്ടിയാണ് ഇതായി നിൽക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാക്കണം, അതില്ല. സൂപ്പർ ബ്ലോക്ക് താണ്ടില്ലേ. കയറുവാ. ദീപോണ്ണ സുൽത്താനെ കൊണ്ട് നേരത്തെ ഇട്ടു. പോവില്ല. ഇത് എവിടെ കയറി പോകണം? നോക്ക്, മണം ചെയ്യും. വണ്ടി കൊണ്ട് പറഞ്ഞാണ്ട എവിടെ പാർക്കിങ് കിട്ടിയാ? ഗായ്സ്, കല്യാണ മണ്ഡപത്തിലെത്തി. ഈ ചിമ്പുവിൻ്റെ വണ്ടി ഇതുവരെയും പാർക്ക് ചെയ്തില്ല. സുൽത്താൻ എന്താ അവിടെ ഉണ്ട്, കർണൻ. ഇനി എപ്പോഴും ഇനി പാർക്ക് ചെയ്യും. അണ്ണാ ഒന്നും പറയല്ല അണ്ണാ, ജന്മന അങ്ങനെയാണ് അവൻ. കഴിവുള്ള ഡ്രൈവർ ഇറങ്ങി, അടുത്ത് കഴിവ് കൂടിയ ഡ്രൈവർ നോക്കിയാറ്. എടാ, നിനക്ക് അവിടെ ഇട്ട് വിടുന്നേടാ മര്യാദ. പനിയും അവിടെ ഇടണേം തമ്മിൽ എന്തൊരു ബന്ധം? ദീപണ ഇവിടെ കയറുമെന്ന് തോന്നല്ല അണ്ണാ, തോന്നണ്ട ഗായ്സ്. ഇന്നത്തെ ഹൈലൈറ്റ് നീയാണ്. മണ്ടത്തരം മാത്രം കാണിക്കുന്ന എൻ്റെ ഏക കൂട്ടുകാരൻ. ഗായ്സ്, ഇന്നലെ സർവീസ് ചെയ്ത വണ്ടി. നീ അങ്ങനെ പറയാ, ഈ കാറിന് പൈസ കൊടുക്കേണ്ടി. അതുകൊണ്ട് മേടിക്കണ്ട. ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടെങ്ങനെ പണം വാരി ഇറക്കിയിരിക്കാൻ തന്നെ. അല്ല, 50 രൂപ കടം കേട്ടാ തരൂല അവന് ഷൂ. ഇങ്ങനെയാണ് എടുക്കാനുള്ളത്. ഇനിയെങ്കിലും നീ അങ്ങേരെ ശിഷ്യത്വം നേട്, എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പടി അങ്ങേരെ കൂടെ. അങ്ങേര് എന്റെ ശിഷ്യനായിരുന്നു, കണ്ട എന്ത് കഴിവായെന്ന് കണ്ട എന്നെ പോലെ. എന്റെ ശിഷ്യ വാ അന്ന് സാറ് പറഞ്ഞതല്ലേ, അതേപോലെ ഇങ്ങനെ കൊണ്ടുവാ. ഇവന് പ്രാക്ടീസ് കുറവാണ് കേട്ടോ, കറക്കുന്നുണ്ട്. ഇവന് പ്രാക്ടീസ് കുറവാണ്. ഇവ എന്റെ ശിഷ്യനല്ല. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ അനന്യ ഹോളിഡേസ് നമ്മൾ പാർക്ക് ചെയ്തു. എല്ലാം പുതിയത് കൊണ്ടായതുകൊണ്ട് ഇവന് ചെളിയാക്കി കൊടുത്തു. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫോണും പൊക്കി പിടിച്ചോണ്ട് നിൽക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ? എനിക്ക് 200 രൂപ മുടക്കണേ, എനിക്ക് ഒരു കുറവില്ല. ഞാൻ വണ്ടി കൊണ്ട് സേഫ് ആയിട്ട് പാർക്ക് ഒന്നുമില്ല. അത് നിങ്ങൾ ആദ്യം വന്നതുകൊണ്ട് അങ്ങനെ കിട്ടി. പൊട്ടായി പറയല്ലേടാ അവിടെ. എടാ, ഈ ചെളി ചവിട്ടി ആരും അതിനകത്ത് കയറാനൊന്നും വരൂല. നീ ധൈര്യം ഇട്ടിട്ട് വാ, നമുക്ക് കഴിക്കാൻ പോവാം. വാ. ഇത്രയും ഉത്തരവാദിത്തമുള്ളവരുടെ ആടാ. പിന്നെ
ഞാൻ കണ്ട് എടാ പോയടാ. അങ്ങനെ വലിയൊരു യുദ്ധത്തിന് ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് കയറാണ്. ജിത്തുവിനെ കാണിച്ചില്ലല്ലേ? ജിത്തു എന്തെങ്കിലും പറയും നമ്മൾ ഗായ്സിൻ്റെ അടുത്ത്. ഗൈസ് അങ്ങനെ നമ്മൾ കഴിക്കാൻ കയറുന്നു. ഇതെൻ്റെ കൂട്ട 6 തൊട്ട് +2 വരെ പഠിച്ച മണ്ടനായ കൂട്ടുകാരൻ. ഗായ്സ് അങ്ങനെ കഴിക്കാനായിട്ട് വന്ന് ഫുള്ള് കല്യാണ സദ്യ കഴിക്കാൻ നിൽക്കുകയാണ്. ഗായ്സ് അങ്ങനെ കല്യാണം കെട്ട് കഴിഞ്ഞ് ഓരോ വണ്ടിയിലായിട്ട് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വണ്ടികൾ പോകാൻ വേണ്ടി. നമ്മളെന്തായാലും ലാസ്റ്റ് ആയിരിക്കും. സുൽത്താൻ ആളൊക്കെ കയറി പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവണ്ണ പോകാൻ വേണ്ടി നിൽക്കുകയാണ് സുൽത്താൻ. ഈ വണ്ടിയും ഇപ്പോൾ പോവും. അതിൻ്റെ ബാക്കി നമ്മുടെ സുൽത്താൻ വന്ന് പോകും. ചെറുക്കൻ ഉച്ചയ്ക്ക് ശേഷം ഓട്ടം ഉണ്ട്, എറണാകുളം ഓട്ടം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറുക്കനെ ആദ്യം പറഞ്ഞു വിടുന്നത്, പോയിട്ട് നേരെ ഓട്ടം പോകാൻ വേണ്ടി. ഗായ്സ് അമ്മയെ വയ്യാതിരിക്കുകയാണ് കേട്ടാ, പാവം. പനിയൊക്കെ പിടിച്ച് ഛർദ്ദില്ല. എടാ ഇപ്പോൾ സുഖമുണ്ടാടാ? കുഴപ്പമില്ല. എന്ത് പറ്റിയത് നിനക്ക്? പനി പിടിച്ചിട്ട്? എങ്ങനെ വന്നത്? ഇന്നലെ രാത്രി തണുത്ത വെള്ളം വല്ലതും കുടിച്ച? ഏത് എന്താ വെള്ളം? ലൈം കുടിച്ചാ? ഇനി ഇതോട്ട് കുടിക്കല്ലേ കേട്ടോ, കുടിക്കല്ലേ. വേറെ എന്തെങ്കിലും പ്രശ്നം? ഗായ്സ് ഇപ്പോൾ നമ്മൾ അനന്യ ഹോളിഡേസിലാണ് ഇരിക്കുന്നത്. പാവം അമൻ പനിയായിട്ട് വയ്യാതിരിക്കുകയാണ്. കിടക്കണണ്ടില്ലേ, പയ്യൻ വയ്യാതെ കിടക്കുകയാണ്. പയ്യൻ വണ്ടിക്കകത്ത് എന്ത് ചെയ്യാനാ? ചെറുക്കിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കൂ. ഗായ്സ് അങ്ങനെ നമ്മൾ അമൻ പോകുന്നു. ടാറ്റാ. എന്തോന്ന്? ലെഫ്റ്റ് കയറി പോയാൽ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു തരും.